നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയമായിട്ടുള്ള ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ ലളിതമാണ്. ക്ഷേത്ര ദർശനം, ജപധ്യാനാദികൾ, കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. തികച്ചും ഭാരതീയമാണ് താനും. എത്രത്തോളം നമുക്ക് സമർപ്പണമുണ്ടോ അത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ട്രെമൻഡസ് പവേഴ്സ് അറിയാമല്ലോ. അപ്പോൾ വിശ്വാസം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ വളരെ അപൂർവമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, മനസ്സിന് സന്തോഷവും സമാധാനം, അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം എന്ന് പറയുന്ന ആസ്വാദ്യകരമാകുകയും ചെയ്യും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതിന് പ്രാർത്ഥന എത്രത്തോളമാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം അനുഭവിച്ചറിയാം. ഇനി രാശിഫലമാണ്. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. അല്പം ഒരു ആശ്വാസം ലഭിക്കുന്ന വാരമാണ് വാരത്തിൻ്റെ ആദ്യ ഭാഗം. പ്രത്യേകിച്ചും കഴിഞ്ഞ വാരത്തിലുണ്ടായിരുന്ന ചെറിയ വൈകാരിക പ്രയാസങ്ങളൊക്കെ അല്പം ഒന്ന് കുറയുകയും എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ ആകുകയും ചെയ്യുന്ന, അതായത് എല്ലാവരുമായിട്ട് ഒരു ഐക്യത്തോടു കൂടി പോകുവാൻ കഴിയുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയുക. പല കാര്യങ്ങളിലും പുതിയ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുതിയ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാനും അപ്ലൈ ചെയ്യുവാനും ഒക്കെ ഏറെ സാധ്യതയുള്ള വാരമാണ്. വിദേശ ജോലി, വിദേശ യാത്രയെക്കുറിച്ച് ചിന്തിക്കും, ദൂരദേശ യാത്രയെക്കുറിച്ച് ചിന്തിക്കും. അത് സാധ്യമാകുന്ന വാരവുമാണ്. ദൂരദേശ വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ, ഇതിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അവിചാരിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ പുതിയൊരു പാർട്ട്ണർഷിപ്പിലേക്ക്, നല്ലൊരു സൗഹൃദത്തിലേക്കും ചെന്നെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹത്തിലൊരു ഹാർമണി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എല്ലാവരും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു അകൽച്ചയൊക്കെ കുറഞ്ഞ് എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് പോകുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു വാരമായതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കുകയും വേണം. നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വാഗ്ദേവതയെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ ഉയർച്ച വരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഈ രാശിയിൽ ജനിച്ച ഭൂരിഭാഗം പേർക്കും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും പൊതുവെ പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലോ, ദൃഷ്ടിദോഷം എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങുവാനായിട്ടും പൊതുവെ അനുകൂല ഭാവത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വൈകുക, ഇതൊക്കെ നീക്കുവാനായിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു കുങ്കുമാർച്ചന കൂടി കഴിപ്പിക്കുക. അപ്പോൾ തന്നെ പൊതുവെയുള്ള തടസ്സങ്ങൾ, വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ, ഇവയൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ചവരിൽ ആർക്കെങ്കിലും, വളരെ കുറച്ച് പേർക്ക് സാമ്പത്തികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പഴയ ബാധ്യതകൾ കൊണ്ടുള്ള പ്രയാസങ്ങളും തുടരാം. അത് കുറയ്ക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. അവർ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഇതൊക്കെ കൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കാര്യങ്ങളിൽ ഒരു തടസ്സം വരുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസം കുറയുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. ഒരു കാര്യത്തിനും ഒരു ഉന്മേഷം അങ്ങോട്ട് പൂർണ്ണമായിട്ട് വരില്ല എന്നുള്ളതാണ്. ഒരു എൻതൂസിയാസം, പൊതുവേ രാശിക്കാർ വളരെ എൻതൂസിയാസവും ഡൈനമിസവും ഉള്ളവരാണ്, ഊർജ്ജസ്വലതയുള്ളവരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാര്യങ്ങളിലൊക്കെ ആവർത്തിച്ച് തടസ്സം വരുന്നത് കൊണ്ടായിരിക്കാം അവരുടെ പൊതുവേ കാണുന്ന ഊർജ്ജസ്വലത അല്പം കുറഞ്ഞ ഒരു കാലത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാരം ചെറിയ അവസരങ്ങളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. കലാ, സാഹിത്യം, സംഗീതം, നൃത്തം, ഈ ഫീൽഡിലൊക്കെ പുതിയ അവസരങ്ങൾ, ബിസിനസ്സിലാണെങ്കിൽ പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ എമേർജ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും. ജോലിയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വേക്കൻസീസൊക്കെ വരുന്നതായി അറിയുകയും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുവാനുള്ള ഒരു താല്പര്യം വരികയും ചെയ്യും. അത് വളരെ എനർജിയോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം അല്പം കൂടി മെച്ചമായിട്ടുള്ളൊരു കാലത്തിൻ്റെ സൂചനകൾ ഈ വാരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അവരുടെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ, കുറച്ച് കെട്ടിക്കിടക്കുന്ന ഐറ്റംസൊക്കെ അങ്ങോട്ട് ചിലവായി പോകുവാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. തടസ്സങ്ങളൊക്കെ നീക്കുവാനും ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുമായി വ്യാഴപ്രീതി വരുത്തുക. വ്യാഴാഴ്ച വ്രതമെടുത്ത്
വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കൂടി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള മന്ത്രം ജപിച്ചുകൊള്ളുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, ദൈവാധീനം വരും, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെയുള്ള തടസ്സങ്ങൾ അല്പം കുറയുന്നതായിട്ട് തോന്നുമെങ്കിലും അധിക പണച്ചെലവും പ്രയാസങ്ങളും ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവിചാരിതമായിട്ടുള്ള പണച്ചെലവ്, അതായത് ഗൃഹത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അഡീഷണൽ എക്സ്പെൻസസ്, അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് ജലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമൊക്കെ ആയിട്ട് കുറച്ചധിക ചിലവ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൊതുവെ ചിലവുകൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടായിരിക്കാം, അങ്ങനെയുള്ളതിനൊക്കെ ഒരു ഹ്യൂജ് വേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പണം ഏതെങ്കിലും വഴിക്ക് വന്നു ചേരും. അത്തരത്തിലുള്ളൊരു ദൈവാധീനം ശരിക്ക് മഹാദേവൻ കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നേട്ടങ്ങളുടെ ഒരു സൂചനയും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ചില ഫലങ്ങളിൽ കാണുന്ന അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുവാനായിട്ട് മഹാദേവനെ പ്രത്യേകം പ്രാർത്ഥിക്കുക, അവിടെ ദർശനം നടത്തുക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് മഹാദേവ പ്രീതിക്ക് മഹാദേവ ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയാം. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കോളൂ, ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പുതിയ ബിസിനസ് ആരംഭിക്കുക നല്ലൊരു സമയമല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ളൊരു താല്പര്യം വരുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളിലും ഒരു സ്ലോനെസ് ഉണ്ടായിരുന്നതൊക്കെ അങ്ങോട്ട് ഫാസ്റ്റ് ആകുന്നതായിട്ട് അനുഭവപ്പെടും. വസ്തുവിൻ്റെ ക്രയവിക്രയം, ട്രാൻസാക്ഷൻസ് നടക്കാനുള്ള യോഗമുണ്ട്. പെട്ടെന്ന് അവിചാരിതമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ഭംഗിയായി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വന്നു ചേരുവാൻ ഭാഗ്യമുള്ളൊരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് അതിനായി ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ എക്സാംസിൽ ക്വാളിഫൈ ചെയ്യാനും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ക്വാളിഫൈ ചെയ്യാനും തരക്കേടില്ലാത്തൊരു ജോലി വരാനും ഭാഗ്യമുണ്ട്. ജോലിയിൽ ഉയർച്ച, പ്രൊമോഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം ഇവ വരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ബിസിനസ്സിൽ പുതിയ പ്രോജക്ട്സ്, ബിസിനസ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇതിനുള്ള ചില സാധ്യതകൾ തെളിഞ്ഞു വരും. അതിനാവശ്യമായിട്ടുള്ള ലൈസൻസ്, ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങും എന്നുള്ളതുകൊണ്ട് പൊതുവെ ഒരു ഊർജ്ജസ്വലത വരികയും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ മഹാഗണപതിയെ പ്രത്യേകം വണങ്ങുക. കഴിയുമെങ്കിൽ അവരൊരു ഗണപതി ഹോമം കഴിപ്പിക്കുക എന്ന് മാത്രമല്ല, ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പഠനത്തിൽ താല്പര്യം കുറയുക, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അലസത, ശരീരത്തിനൊരു ക്ഷീണം, എപ്പോഴും കിടക്കുവാനുള്ളൊരു ടെൻഡൻസി, ഇതൊക്കെ വരാം. അപ്പോൾ ആരെങ്കിലും പഠിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോപസ്വഭാവം ഏറിയിരിക്കും. അപ്പോൾ സ്വഭാവത്തിലൊരു മാറ്റം വരുന്ന സമയമാണ്. ഇവിടെയാണ് കൂട്ടുകെട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു നിലവാരം അനുസരിച്ചിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടായി അതോടൊപ്പം നീങ്ങുവാനാണ് ശ്രമിക്കേണ്ടത്. വിനോദം ഒന്ന് കുറച്ചോളൂ, പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. പിക്നിക്ക്, കൂട്ടുകാരുമൊത്തുള്ള യാത്ര, പ്രത്യേകിച്ച് രാത്രികാല സഞ്ചാരം ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രണയിക്കുവാനൊക്കെയുള്ള സാഹചര്യം ഒരുങ്ങുമെങ്കിലും പ്രണയത്തിന് നല്ല സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. വിവാഹ നിശ്ചയത്തിനും നന്നായി ജാതകപ്പൊരുത്തം നോക്കി കാരണവസ്ഥാനീയരുടെ അനുഗ്രഹത്തോടുകൂടി, അഭിപ്രായത്തോടു
സമ്മതത്തോടുകൂടി മാത്രമേ വിവാഹ കാര്യത്തിൽ ഒരു നിശ്ചയം, ഒരു തീരുമാനം എടുക്കുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. പുതിയ ബിസിനസ്സിനും പുതിയ പാർട്ട്നേഴ്സിനും ഒക്കെ സ്വീകരിക്കാൻ പറ്റിയ സമയമല്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. പൊതുവെയുള്ള തടസ്സങ്ങൾ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ ശനിയെ വണങ്ങുക. ശനിക്ക് കഴിയുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലി നടത്തുക. അതുകൂടാണ്ട് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരൻ എന്നുള്ള ശ്ലോകം മന്ത്രം ജപിക്കുക. ദിവസവും 9 പ്രാവശ്യം വെച്ച് രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. ഈ സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും, തടസ്സങ്ങൾ നീങ്ങും. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും കലഹവും അതിനൊക്കെയുള്ള ഒരു സാധ്യതയുള്ള വാരമാണ്. അതൊക്കെ അങ്ങോട്ട് നീങ്ങിക്കൊള്ളും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുകയും ചെയ്യും. ആത്മനിയന്ത്രണം വന്നു ചേരുകയും ചെയ്യും ഈ പ്രാർത്ഥന കൊണ്ട്. അത് പ്രത്യേകിച്ചറിയാം. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തരം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. മാറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അനുഭവേദ്യമാകും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വീട് പണി ആരംഭിക്കുവാനോ അല്ലെങ്കിൽ വീടൊരു ചെറിയ മോഡിഫിക്കേഷനോ ഒരു വൈറ്റ് വാഷോ ഇതൊക്കെ നടത്താനും വാഹനം ഒന്ന് മൂടി പിടിപ്പിക്കുവാനും ഒക്കെയുള്ള പണം വന്നു ചേരും. അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായി അനുഭവപ്പെടും. വിവാഹകാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ ലഭിക്കുവാനോ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റിന് പോകേണ്ട ഒരു സാഹചര്യമോ ഒക്കെ വരാം. കുടുംബത്തിൽ ആർക്കെങ്കിലും സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ വരാനുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ബിസിനസ്സിൽ അവിചാരിതമായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ലഭിക്കുവാനോ ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു ബെറ്റർമെൻറ്റിനോ ഒക്കെ യോഗമുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് എങ്കിലും മാതൃവഴിക്കുള്ള അമ്മ വഴിക്കുള്ള അല്ലെങ്കിൽ അമ്മയ്ക്കോ അമ്മ വഴിക്കുള്ള ചില ബന്ധുക്കൾക്കോ ചില ആരോഗ്യ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ധനനഷ്ടത്തിനോ ഉള്ള സൂചന ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ദേവീ മഹാത്മ്യ പാരായണം, ദേവീ മഹാത്മ്യം, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഈ പറഞ്ഞ പ്രയാസങ്ങൾ നീങ്ങും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. പൊതുവേ കാര്യങ്ങൾക്കൊക്കെ ആവർത്തിച്ച് തടസ്സം വരുന്നല്ലോ എന്ന് ഓർത്തുള്ളൊരു വിഷമം, അതുകൊണ്ടുള്ള ഉറക്കക്കുറവ്, ശയനസുഖക്കുറവെന്നാണ് പറയുന്നത്. അതായത് കിടന്നാൽ ഉറക്കം വരില്ല. ഇനി ഉറക്കം വന്നാൽ തന്നെ ടെൻഷനോടുകൂടിയായിരിക്കും ഉറങ്ങുക. ഇടയ്ക്ക് ഉണരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ തന്നെയും ടെൻഷൻ ഉണ്ടാകും. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും അല്പം ഒരു ഊർജ്ജസ്വലത കുറവ് അനുഭവപ്പെടുമോ, ഇതൊക്കെ ഇന്നിപ്പോൾ എങ്ങനെ ആയിരിക്കുമാവോ എന്നൊക്കെയുള്ള ഒരു ചിന്ത പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ളവർക്ക് അനുഭവേദ്യമാകുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറും, സംശയമൊന്നും തന്നെ വേണ്ട. അത് മാറ്റുവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നുള്ള പ്രശസ്തമായിട്ടുള്ള ആ സ്തോത്രം ദിവസവും 3 പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിച്ചോളൂ. മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പുതിയ പ്രോജക്ട്സിനൊന്നും ഇപ്പോൾ ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ളതാണ്. അതായത് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള അല്ലാതെയൊക്കെ മുന്നോട്ട് പോകാം. നല്ല ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. കുറച്ചൊരു സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെയിൽസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറേയൊക്കെ അങ്ങോട്ട് സെയിലാകുന്നതിനുള്ളൊരു തീരുമാനമോ ഒരു കോൺട്രാക്റ്റോ ഒക്കെ വരികയും കുറച്ചൊക്കെ അങ്ങോട്ട് സെയിലാകുകയും ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് സമാധാനം വരികയും ചെയ്യും. ഈ പ്രാർത്ഥന അത്യാവശ്യമാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പ്രണയത്തിന് നല്ല വാരമല്ല. സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനും അതായത് ഫ്രണ്ട്സുമായിട്ടൊക്കെ പിക്നിക്ക്, ടൂർ, ഇതിനൊന്നും അത്ര നല്ല സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, റൈഡിങ് ഇത് ഒട്ടും ചെയ്യരുത് എന്നുള്ളതാണ് ഈ വാരം. അത് വളരെ പ്രധാനമാണ്. ഓഫീസിൽ ജോലി മാറുവാൻ പറ്റിയൊരു സമയമല്ല. കൊളീഗ്സുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ അകാരണമായി മനസ്സിനൊരു ഭയം വരാം. ഒരു പ്രായം കടന്നവർക്ക്, 5ാം വ്യാഴവട്ടമൊക്കെ കടന്നവർക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്ക്, 48 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒരു ടെൻഷൻ, എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭ്രമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, വിഷമിക്കേണ്ട കാര്യമില്ല. നാരായണീയ പാരായണം നടത്തിക്കോളൂ. ഈ സംഭ്രമം ടെൻഷനൊക്കെ മാറും. ജീവിതം സുന്ദരമാകും. നല്ല പുഞ്ചിരിയോടുകൂടി വ്യക്തികളെ സമീപിക്കുവാനും അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഗൃഹത്തിൽ ഉണ്ടാകുവാനുമുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക.
വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട. യാത്രകൾ വരും, യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ്. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള വിവാഹാലോചന, വിവാഹത്തിൽ എത്തുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പോലും ഒരു കാര്യതടസ്സം അവസാന നിമിഷം പല കാര്യങ്ങളിലും വരും. പുതിയൊരു ബിസിനസ് പ്രോജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു തടസ്സം, ഒന്നുകിൽ എന്തെങ്കിലും ഒരു പേപ്പർ മിസ്സിങ്, അല്ലെങ്കിൽ ഒരു ഓർഡർ വരാൻ താമസം. ഇതുപോലെ ഒരു കോൺട്രാക്ടേഴ്സിനാണെങ്കിൽ അവരുടെ ഒരു ബില്ല് മാറിക്കിട്ടുവാനായിട്ട് ആദ്യം ഒരു തടസ്സം അനുഭവിച്ചതിന് ശേഷമായിരിക്കും നേട്ടങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം അറിയാം. പക്ഷേ വാരം മുന്നോട്ട് പോകുന്തോറും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ലാഭവും വരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പിക്നിക്ക്, തീർത്ഥാടനം അവയ്ക്കുള്ള യോഗമുണ്ട്. പുതിയ വസ്ത്രം, ആഭരണം, പുതിയ ഹോം അപ്ലയൻസസ് ഒക്കെ ലഭിക്കുവാൻ, കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യവും ഈ വാരം കടന്നു. പഴയ ബാധ്യത, കടമൊക്കെ ഉള്ളവർക്ക് അത് അല്പം ഒന്ന് കുറയ്ക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതുകൊണ്ട് നമുക്ക് പൊതുവെ സന്തോഷം വരും. ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിലും ധൈര്യമായിട്ട് ഇറങ്ങാലോ എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. ആ തോന്നലൊക്കെ വിജയത്തിലെത്തിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഉത്സാഹം വരാനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ അങ്ങോട്ട് മാറി ഒരു തെളിഞ്ഞ അറ്റ്മോസ്ഫിയർ, ഒരു ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ഗൃഹത്തിൽ വരാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുവാനായി ഭദ്രകാളി പ്രീതി വരുത്തുക. കാലത്തെ ഭദ്രമാക്കുന്നവൾ ആരോ, അതാണ് ഭദ്രകാളി. കേശാഗ്നിങ്കേശി വിഷങ്കേശി എന്നാരംഭിക്കുന്ന ആ ഒരു ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തമുണ്ട്. അത് ജപിച്ചോളുക. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും കുടുംബത്തിൽ സമാധാനവും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ, അതായത് പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിനെ, ബിസിനസ് പാർട്ട്നേഴ്സിനെ കണ്ടുമുട്ടുക, പല കാര്യങ്ങളിലും സന്തോഷം വരുന്ന രീതിയിലുള്ള ചില അവസരങ്ങൾ അത് നമ്മൾ ഉപയോഗിക്കണം. എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് നോക്ക് ബട്ട് ഓൺലി വൺസ് എന്നുള്ളതാണ് പ്രമാണം. ഓപ്പർച്യൂണിറ്റി നോക്സ് ബട്ട് ഓൺലി വൺസ്, അതാണ് അതിൻ്റെ ഒരു പ്രമാണം. അവസരങ്ങൾ ഒരു പ്രാവശ്യമേ വരുള്ളൂ. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ആയാലും അപ്പോൾ വരുമ്പോൾ തന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ചെയ്യുമ്പോൾ അത് അലേർട്ടായിരിക്കണം. അവിടെ ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അലേർട്ടായിരിക്കണം. അതിന് വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം. എല്ലാ കാര്യത്തിലും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോബ് കണ്ടൻറ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ തോന്നലുള്ളവർക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ചെയ്യുന്നതായി അനുഭവത്തിൽ വരും. അപ്പോൾ അതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അവിചാരിതമായി അല്പം പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പഴയ കടമൊക്കെ ഉള്ളവർക്ക് അതുവഴി തന്നെ അങ്ങോട്ട് ചിലവായി പോകാനാണ് സാധ്യത. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. തിരക്കേടില്ലാത്തൊരു സമയം വരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയാകാം. കാരണം വ്യാഴൻ്റെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു സ്ഥിതി വരുന്നുണ്ട്. ആ കാലത്ത് വിവാഹകാര്യങ്ങളിലുള്ള തടസ്സവും ജോലിയിലും ബിസിനസ്സിലുമുള്ള തടസ്സവും വരുമാനത്തിലുണ്ടായിരുന്ന തടസ്സവും നീങ്ങി വളരെ നല്ലൊരു കാലത്തിൻ്റെ ഒരു വരവ് പ്രതീക്ഷയുണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വാരമാണ്. തടസ്സങ്ങൾ നീക്കുവാനായി വ്യാഴപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ ശുഭമാണ്. ദേവാനാംച ഋഷീണാംച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള മന്ത്രം ദിവസവും രാവിലെയും വൈകുന്നേരവും 9 പ്രാവശ്യം ജപിക്കുക. ദൈവാധീനം വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഭാവം കൈവരും. മനസ്സിന് സന്തോഷവും കുടുംബത്തിൽ സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര, പിക്നിക്ക്, പിന്നെ തീർത്ഥയാത്ര, ഇതിനൊക്കെയുള്ള ഭാഗ്യമുള്ള ഒരു വാരമാണ്. അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും. അതനുസരിച്ച് പണം വന്നു ചേരുന്ന ഒരു സാഹചര്യം ഒരുങ്ങും. അതൊന്നും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എന്ന് പലപ്പോഴും ഇതെങ്ങനെയാണ് ഇപ്പോൾ പണമൊക്കെ എങ്ങനെ റേസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാകും. വിഷമിക്കേണ്ട കാര്യമില്ല. അത് ആരുടെയെങ്കിലും സഹായം ലഭിക്കും, അല്ലെങ്കിൽ ബാങ്ക് ലോൺ ലഭിക്കും, ചിട്ടി ലഭിക്കും, അല്ലെങ്കിൽ അത് പണം വരുന്ന ഒരു സാഹചര്യം അങ്ങോട്ട് ഒരുങ്ങും. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങുവാൻ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട്. ഡ്രസ്സ് കൂടാണ്ട് എന്തെങ്കിലും ഐറ്റംസൊക്കെ വിച്ച് യു റിയലി ഡിസയർ, ലൈക്ക് എ മൊബൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള
ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ജോലി തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് പഴയ അറിയേഴ്സോ അല്ലെങ്കിൽ ശമ്പളം കൂടുതലോ ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കുടുംബത്തിൽ പൊതുവേ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വരും. ആഘോഷങ്ങൾ കുടുംബത്തിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പൊതുവെ ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും ഈ കുടുംബത്തിലെ പലരും. എന്നാലും ഈ രാശിയിൽ അപൂർവം ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവർക്ക് ദോഷങ്ങൾ മാറുവാനായി മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. മഹാലക്ഷ്മി അഷ്ടകം ഏറെ നല്ലതാണ്. അത് ദിവസവും കിഴക്ക് ദർശനമായിട്ട് രാവിലെ 2 പ്രാവശ്യവും വൈകുന്നേരം 2 പ്രാവശ്യവും ജപിക്കുകയും വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 9 പ്രാവശ്യവും ജപിക്കുക. മഹാലക്ഷ്മി പ്രീതി ഉണ്ടാകും. അതുകൊണ്ടുള്ള സന്തോഷം തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് അല്പം വിഷമിച്ചിരുന്നുവെങ്കിലും അത്യാവശ്യത്തിന് പണം വന്നു ചേരുന്നതുകൊണ്ട് ആഡംബരമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. പക്ഷെ ആഡംബരം കുറയ്ക്കുക എന്നുള്ളതാണ്. പഴയ ബാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ വരുന്ന പണം ചെലവഴിക്കുക എന്നുള്ളതിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പുതിയ വാഹനം വാങ്ങുവാനും ഒക്കെ താല്പര്യം വരും. കുറച്ച് ലക്ഷറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യം വരും. കോസ്റ്റ്ലി ആയിട്ടുള്ള ഡൈനിങ് ഔട്ട്, പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ പോലും വാങ്ങുവാനുള്ളൊരു താല്പര്യം വരുന്ന ഒരു വാരമാണ്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പഴയ ബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് ഭാവിക്ക് വേണ്ടി ഒരു പ്ലാനിങ്ങോടുകൂടി പോകേണ്ട ഒരു വാരമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പുതിയ ഫ്ലാറ്റ് വാങ്ങുക, അല്ലെങ്കിൽ വീടൊന്ന് മോഡിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഈ രാശിയിൽ ജനിച്ച ഒരു കുറച്ച് ആൾക്കാർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് അധിക പണച്ചെലവ് വന്നിട്ടുണ്ടാകാം, വരുമാനത്തിൽ കുറവും വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലവ് വളരെയധികം നിയന്ത്രിക്കണം. ഇത്തരത്തിലുള്ള ആഡംബരങ്ങളിലേക്ക് ഒരിക്കലും ചെന്നുപെടരുത്. അതൊരു വളരെ കുറച്ചൊരു 20% ഈ രാശിയിലുള്ളവർക്ക് അങ്ങനെ വന്നിരിക്കാം. അവർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക വെള്ളിയാഴ്ചകളിൽ. കഴിയുമെങ്കിൽ അവിടെ ഒരു ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഭാഗ്യസൂക്തം അറിയാം എന്നുണ്ടെങ്കിൽ അത് ജപിക്കുന്നത് വളരെ നല്ലതാണ്. മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും. വരുമാനം തടസ്സമില്ലാതെ തന്നെ വരുന്നതുകൊണ്ട് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി പുരൂരുട്ടാതി അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. കണ്ണ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അതുകൊണ്ട് കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡ്സോ ഒക്കെ ഉള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ജോയിൻസിനൊക്കെ ചെറിയ വേദനയുള്ളവർ, പ്രത്യേകിച്ച് ഒരു പ്രായം കടന്നവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഏറിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. യാത്രകൾ ശ്രദ്ധിക്കണം, ചലനം ശ്രദ്ധിക്കണം. ഒരു പ്രായം കഴിഞ്ഞവർ, 5 വ്യാഴവട്ടം കഴിഞ്ഞവർ, 60 വയസ്സ് കഴിഞ്ഞവർ ഒരു വാഹനയാത്രയെ ഒന്ന് കുറച്ചോളൂ. രാത്രികാല സഞ്ചാരവും കുറച്ചോളൂ. പുതിയ ബിസിനസ് രംഗത്തേക്കുള്ള പ്രവേശനം തൽക്കാലം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്. അതും തൽക്കാലം വേണ്ട. പണം ചിലവായി പോകുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മയുണ്ടാവണം. കുടുംബത്തിൽ ആർക്കെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള എക്സ്പെൻസസ് വരുന്ന ഒരു വാരമായതുകൊണ്ട് ഒരു സ്വയം നിയന്ത്രണം പാലിച്ച് അല്പം പണം മാറ്റിവെക്കുന്നത് ഏറെ നല്ലതാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനും അതേസമയം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, അതായത് അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, വൈകാരികമായിട്ടുള്ള ടെൻഷൻസ്, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ കുടുംബത്തിനകത്ത് വരുന്നു എങ്കിൽ ഒക്കെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥന രാഹു സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. രാഹു സ്തോത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ സർപ്പപ്രീതിക്കായി അടുത്ത ക്ഷേത്രത്തിൽ അത് ഇനി വരുമ്പോൾ ആയില്യത്തിന് 100 പാലും, ആയില്യം വരുമ്പോൾ ചെയ്താൽ മതി. നാഗരെ വണങ്ങുക തൽക്കാലം ഈ വാരം, വണങ്ങി മുന്നോട്ട് പോകുക. നാഗസ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും, അതുകൊണ്ട് തന്നെ സന്തതിക്ക് ഉയർച്ചയും വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ജപം സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ചോളൂ. കുടുംബത്തിലെ എല്ലാ സുഖവും വന്നു ചേരും. സന്തോഷമായിരിക്കും.
12 രാശികളിൽ ആയി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പരിഹാര നിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ ആചാരപ്രകാരം ജ്യോതിഷം തികച്ചും വ്യത്യസ്തമാണ് വെസ്റ്റേൺ അസ്ട്രോളജിയുമായിട്ട് നോക്കുമ്പോൾ. ഇവിടെ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദേവതാപ്രീതി ഉണ്ടെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ കുറയുമെന്നും ശുഭഫലങ്ങൾ വർദ്ധിക്കും എന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജ്യോതിഷമാണ് ഭാരതീയ ജ്യോതിഷം. തികച്ചും വ്യത്യസ്തമാണ് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്ന്. നമ്മുടെ സ്തോത്രജപം, മന്ത്രജപം, ക്ഷേത്രാരാധനാക്രമങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ മാറ്റുവാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ജ്യോതിഷം എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സന്തോഷമായിരിക്കുക. ഇനി മെയിൽസാണ്. ധാരാളം മെയിൽസ് വരുന്നുണ്ട്. മെയിൽസ് അയക്കുമ്പോൾ ഒരു കാര്യം, നക്ഷത്രം മാത്രം പോരാ, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, രാവിലെയാണോ വൈകുന്നേരമാണോ എന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അർദ്ധരാത്രിയാണെങ്കിൽ അതും പറയണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക്, പലപ്പോഴും ഇവിടെ കിട്ടുന്ന സമയം അനുസരിച്ചിട്ട് നമ്മൾ ഗണിതം എടുക്കുമ്പോൾ നക്ഷത്രം മാറി വരുന്നു. അപ്പോൾ ആ സമയം കൊടുക്കുന്നത് കറക്റ്റല്ല എന്നുള്ളതാണ്. ആദ്യമായി ശ്രീ രഞ്ജിത്ത് തിരുവാതിര നക്ഷത്രമാണ്. പൊതുവെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അധിക പണച്ചെലവും കാര്യങ്ങൾക്കൊരു തടസ്സവും വന്നിട്ടുണ്ടാകും. വിഷമിക്കേണ്ട കാര്യമില്ല. നേട്ടങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. 2026 സെക്കൻഡ് ഹാഫിലായിരിക്കും നേട്ടങ്ങൾ വരിക. അപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കുവാനും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാനും യോഗം വരുന്ന ഒരു സമയം 2026 ലാസ്റ്റ് ക്വാർട്ടറിലാണ് എന്നുള്ള കാര്യം അറിയുക. പ്രത്യേക പ്രാർത്ഥനകൾ വേണ്ട ഒരു സമയമാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ശ്രീ വിഷ്ണു സ്തോത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, ഐശ്വര്യം വരും. 2026 അവസാനം 2027 ആദ്യ ഭാഗത്ത് ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെ അങ്ങനെ പ്രകടമാകും. സന്തോഷമായിരിക്കും. ധാരാളം പേര് താങ്ക്സ് പറയുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പ്രോഗ്രാമിലൂടെ പ്രത്യേക താല്പര്യമുണ്ട്, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് നന്ദി പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിരിക്കും അവർ. ഇനി അടുത്ത മെയിൽ മിസ്സസ് വത്സ രാജ്, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ, 41 ഇയേഴ്സ്, പുരാടം നക്ഷത്രം, ഡിവോഴ്സിയാണ്, കുട്ടികളില്ല. റീമാരേജ് നടക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിസ്സസ് ശ്രീമതി വത്സ രാജ്. തീർച്ചയായിട്ടും റീമാരേജ് ഉണ്ട്, വിവാഹ ജീവിതം ലഭിക്കും. ഏതാണ്ട് അതിന് പറ്റിയൊരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മെയ് മാസം മുതൽ വിവാഹം ആലോചിക്കാവുന്നതാണ്. വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. മെയ് മാസം മുതൽ 9 മാസത്തിനകം വിവാഹം നടക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ തന്നെ, അതായത് ഈ വാരം തന്നെ ഒരാളെ കണ്ടുമുട്ടുവാനോ അല്ലെങ്കിൽ നല്ലൊരു ആലോചന വരാനോ ഭാഗ്യമുള്ള വാരം കൂടിയാണെന്ന് അറിഞ്ഞോളൂ. എന്തായാലും 9 മാസം, ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹം പ്രതീക്ഷിക്കാം. വിവാഹത്തിന് ശേഷം ഇപ്പോഴുള്ള ജോലി തുടരുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനം ചോദിച്ചിട്ടുണ്ട്. അത് തുടരണം. അതിപ്പോൾ മതിയാക്കണം. വലിയ വരുമാനം ഇല്ല, അതുകൊണ്ട് മറ്റെന്തെങ്കിലും ബിസിനസ്, ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമല്ല. ഇപ്പോഴുള്ള ജോലിയിൽ തുടരുക. എത്ര വരുമാനം കുറവാണെങ്കിൽ അത് തുടർന്നുകൊണ്ട് പിന്നീട് നമുക്ക് അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. സന്തോഷമായിരിക്കാം. മിസ്സസ് യാമിനി സുബ്രഹ്മണ്യം, ശ്രീരംഗം മെയിൽ ഇംഗ്ലീഷിലാണ്. I watch your program and I'm very much interested to know about my future. I am 32 years old. Puram Nakshatram, Simha Rashi, General Surgeon. Oh, you are MBBS MS, very good. Marriage, still unmarried at the age of 32, and your nakshatram is Puram. Actually, you'll be running a good period for marriage. You'll be running a good period for marriage from May onwards. By the end of the year 2025 or in the first half of 2026, before March, you are likely to get married when Shukra will be powerful. So Shukra is going to influence you a lot, and apart from your
medical education and surgical prowess, you are that is not mentioned. You are likely to be a singer or a dancer, because artistic interest is also indicated in this horoscope, and you will have your contentment and happiness by becoming a celebrity. That is also indicated, but you have not mentioned it. Are you a singer or a dancer? Please mention in your next mail to the program. I think you should be, because all those factors are very clear in your Jadagam. So you are basically an artist, and you are going to get contentment from artistry. That is something which is very important, and you will have a happy marriage, and he is likely to be handsome and highly qualified. Again, Shukra is indicated. He is likely to be an artist as well. That is also indicated. What you have to do is this: chant Shiva Parvati Stotram every day facing eastern direction, and if possible you go to the nearby Shiva temple on Sundays and Mondays and be inside the temple for 48 minutes, and everything will be all right. You are going to have a very happy life. Be confident and happy. ശ്രീ നീലാംബരൻ ചെറായി എന്നാണ്. ചതയം നക്ഷത്രം. ബിസിനസ് ചെറിയൊരു പ്രൊവിഷൻ സ്റ്റോർ ഉണ്ടായിരുന്നു, അതിപ്പോൾ പൂട്ടി നഷ്ടം കാരണം ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. വലിയ ബാധ്യതയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ജാതകൻ ചതയ നക്ഷത്രമാണ്. 7.5 ശനിയിൽ ജന്മശനി കാലമായതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നത്. ഈ മെയ് മാസം മുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ കാലത്ത് പുതിയ ഒരു കച്ചവടത്തിനുള്ള സാഹചര്യം ഒരുങ്ങി വരും. എവിടുന്നെങ്കിലും സഹായം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ചിട്ടിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ സഹായം, അല്പം പണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽപ്പ് ലഭിക്കുവാനും, അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ബാധ്യത കുറയ്ക്കുവാനും പുതിയൊരു കച്ചവടം, ആഹാര വസ്തുക്കൾ തന്നെയാണ് ഈ പ്രൊവിഷൻ സ്റ്റോർ, അല്ലെങ്കിൽ ചെറിയ ആഹാര വസ്തുക്കളൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മിനി ഹോട്ടൽ, അത് വീടിനോട് ചേർന്ന് തന്നെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം, ഇല്ലെങ്കിൽ നമ്മൾ മൊബൈലായിട്ടുള്ള ഒരു ഫുഡ് സംവിധാനം ആരംഭിക്കുക. അതിൽ വിജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു കാര്യത്തിനും ഈ ജാതകം അത്ര ശുഭമല്ല എന്നുള്ള കാര്യം അറിയാം. അത് പണം അധികം മുടക്കിയുള്ള ഒരു കാര്യത്തിനും ശുഭമല്ല എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. എന്തായാലും നല്ല ഭാവിയുണ്ട്. അതുകൊണ്ട് ശ്രീ നീലാംബരൻ, ഈ പ്രായമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. 50 അടുപ്പിച്ചായി അല്ലെങ്കിൽ ഒരു പ്രായമായി എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഇനി സാമ്പത്തികമായിട്ട് നല്ല നിലയിലെത്താനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിട്ടിരിക്കുക. മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ, ലളിതാ സഹസ്രനാമം ദിവസവും ജപിച്ചോളൂ. ഐശ്വര്യം എത്തും, സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. ഫുൾ നെയിം, എവിടുന്നാണ് മെയിൽ അയക്കുന്നത്, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കും. എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ വാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.